ആലുവ മണപ്പുറത്ത് ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. അർദ്ധരാത്രി നടന്ന ശിവരാത്രി വിളക്കിന് ശേഷമാണ് തർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചത്. കുംഭമാസത്തിലെ അമാവാസി ദിവസമായതിനാൽ നാളെയും ചടങ്ങുകളുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, നിരവധി ഭക്തജനങ്ങളാകും ഇപ്പോൾ ആലുവ മണപ്പുറത്തേക്ക് എത്തിച്ചേരുന്നത്, അല്ലേ? അനുശ്രീ, ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ബലിതർപ്പണത്തിനായിട്ട് നിരവധി ആളുകൾ എത്തി തുടങ്ങിയിരുന്നു. മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ആ ഒരു വിശേഷാൽ പൂജകളും മറ്റും ഇന്നലെ അർദ്ധരാത്രിയാണ് തുടങ്ങിയതെങ്കിലും ഇന്നലെ മുതൽ ആ ഒരു തിരക്കുണ്ടായിരുന്നു. ശിവരാത്രി വിളക്കിന് ശേഷം ഇപ്പോൾ വലിയ രീതിയിലേക്ക് ഇവിടേക്ക് അതിന്റെ ഒരു തിരക്കിന്റെ ഒരു അതിൻ്റെ ഒരു പാരമ്യതയിലേക്ക് എത്തുന്നു എന്നത് തന്നെ. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടേക്ക് നിരവധിയായ ആളുകളുടെ ബലിതർപ്പണത്തിനേക്ക് വേണ്ടി വിവിധ വഴികളിലൂടെ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. ആലുവ ശ്രീ മഹാദേവ ക്ഷേത്ര പരിസരത്ത് ഈ ദിവസങ്ങളിൽ മഹാശിവരാത്രി ദിവസം ഉറക്കമൊളിച്ച് ഇവിടെ ചെലവഴിച്ച് അതിനുശേഷം പിതൃമോക്ഷ ചടങ്ങുകളുടെ ഭാഗമായിട്ട് ബലിതർപ്പണം നടത്തി മടങ്ങുക എന്നതാണ് പതിവായി അനുഷ്ഠിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഉള്ള ചടങ്ങുകളും മറ്റും പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 116 ബലിത്തറകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിപുലമായ ഒരു ക്രമീകരണങ്ങളാണ് ഈ ദിവസത്തിന്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നത്. ആലുവയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടി വിവിധ രീതിയിൽ ഉള്ള ഒരു മാർഗങ്ങൾ എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്. ദക്ഷിണ റെയിൽവേ പ്രത്യേക സർവീസുകൾ അടക്കം നടത്തുന്നു. ഒപ്പം തന്നെയും KSRTC ബസ് ഏതാണ്ട് 200-ലധികം സർവീസുകൾ കൂടുതലായിട്ടുണ്ട്. ഇവിടേക്ക് കേന്ദ്രീകരിച്ച് ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ട് മെട്രോ റെയിലും സർവീസ് നടത്തുന്നു. അങ്ങനെ ഇവിടേക്ക് എത്തിച്ച് ഇന്നലെ മുതൽ തന്നെ ഇത്തരം സർവീസുകളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ മുതൽ തന്നെ ഇവിടേക്ക് ബലിതർപ്പണത്തിന് വേണ്ടിയുള്ള ആളുകളുടെ ഒരു ഭക്തജനങ്ങളുടെ വരവ് തുടങ്ങിയിരുന്നു. മഹാശിവരാത്രി ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച അർദ്ധരാത്രിയോടുകൂടിയാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ചടങ്ങുകൾ, ശിവരാത്രി ദിവസത്തിൻ്റെതായ ചടങ്ങുകളും പൂജകളും എല്ലാം തന്നെ തുടങ്ങിയതെങ്കിലും ഇന്നലെ മുതൽ തിരക്ക് തുടങ്ങിയിരുന്നു. ഇന്ന് ഉച്ചവരെയാണ് ബലിതർപ്പണത്തിനുള്ള ഒരു സമയം, ഈ ദിവസത്തിൻ്റെ ഒരു സമയമായിട്ട് ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ നാളെ, അതായത് ചൊവ്വാഴ്ച, കുംഭമാസത്തിലെ അമാവാസിയായിട്ടാണ് കണക്കാക്കുന്നത്. ആ ദിവസവും ബലിതർപ്പണം നടത്താമെന്നതാണ്. അതുകൊണ്ട് നാളെയും ഈ ചടങ്ങുകൾ ഇവിടെ ഉണ്ടാകും. അത് 3 ദിവസമാണ് ഈ ദിവസങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ഒരു സൗകര്യമുണ്ടാകുക. ഇന്നലെയും ഇന്നും നാളെയുമായിട്ട് ബലിതർപ്പണത്തിനുള്ള ഒരു ക്രമീകരണങ്ങളും ചടങ്ങുകളും ഉണ്ടാകും. വലിയ രീതിയിലേക്ക് ഇവിടേക്ക് ആളുകൾക്ക് വന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം തന്നെ ഒരുക്കിയിരുന്നു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ താൽക്കാലിക ബലിത്തറകൾ ഇവിടങ്ങളിലെല്ലാം തന്നെയും പിതൃമോക്ഷ ചടങ്ങുകൾ നടക്കുകയാണ്. ഇവിടെ ആ ചടങ്ങുകളുടെ ഭാഗമായിട്ട് നിരവധി ആളുകൾ എത്തുന്നു. പെരിയാറിന്റെ പടവുകളിൽ അവിടെ ഈ മോക്ഷ സ്മരണകളോടുകൂടി തന്നെ ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് മടങ്ങുക എന്നത് തന്നെയാണ് ഏറ്റവും പവിത്രമായും ശ്രേഷ്ഠമായും തന്നെ കാണുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഏതാണ്ട് 1500-ലധികം പോലീസുകാരെ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഒപ്പം പെരിയാറിന്റെ പടവുകൾ ഇവിടെ എല്ലാം തന്നെയും ഫയർഫോഴ്സും ഒപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരുടെയും എല്ലാം തന്നെ ഒരു സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രീൻ പ്രോട്ടോകോൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ചടങ്ങുകളും ഇവിടെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് നടക്കുന്ന ഈ ഒരു ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഏതായാലും ആ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി തന്നെ തിരക്കുകൾ വലിയ രീതിയിലേക്ക് ആയി തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴും ചടങ്ങുകൾ അനുസരിച്ചും തുടരുകയാണ്. വിവിധ മേഖലകളിൽ നിന്ന് ആളുകൾ ഇവിടേക്ക് വരുന്നു. ഈ ദിവസങ്ങളിൽ തീർച്ചയായും പെരിയാറിന്റെ തീരത്ത് ശിവക്ഷേത്രത്തിൽ, ഈ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഈ ചടങ്ങുകളുടെ ഭാഗമാകുക എന്നത് തന്നെയാണ് ഈ പിതൃമോക്ഷ ചടങ്ങുകളുടെ ഏറ്റവും ശ്രേഷ്ഠമായും തന്നെയും കാണുന്നത്. നമ്മൾ കാണുന്നത് പോലെ ഈ ചടങ്ങുകൾ പൂർത്തീകരിച്ചുകൊണ്ട് ഇനി പെരിയാറിന്റെ ആ ഒരു പടവുകളിലേക്ക് നീങ്ങുക, അവിടെ സ്നാനം ചെയ്തുകൊണ്ട് മടങ്ങുക എന്നതാണ് ഓരോരുത്തരും ചെയ്യുന്നത്. ഇവിടെ താൽക്കാലിക പാലത്തിലൂടെ ഇവിടേക്ക് പുറത്തു വന്നാലും ഇവിടേക്ക് എത്തിച്ചേർന്ന് പോകുവാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്യും. അങ്ങനെ 2 വഴികളിലൂടെ ഇവിടേക്ക് വരുന്നു. എന്തായാലും ഈ കാണുന്നത് പോലെ വലിയ തിരക്കിലേക്ക് പെരിയാറിന്റെ പടവുകളും സമീപ ശിവക്ഷേത്ര മണപ്പുറവും എല്ലാം തന്നെ മാറിയിരിക്കുന്നു. അനുശ്രീ, ഡാനി, ഇന്നത്തേതുപോലെ തന്നെ നാളെയും വലിയ തരത്തിലുള്ള തിരക്കുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ സംഘാടകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടോ?
തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഇതിനുവേണ്ടിയുള്ള ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കി മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു തിരക്ക് നാളെ അത്രത്തോളം വന്നേക്കില്ല എന്ന് പറയുന്നു. കാരണം ഈ ദിവസമാണ് ഏറ്റവും, നമുക്കറിയാം, ഈ മഹാശിവരാത്രിയുടെ ഭാഗമായിട്ടുള്ള ഈ ദിവസം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ കാണുന്നത്. ഈ ദിവസങ്ങളിൽ പിതൃമോക്ഷ ചടങ്ങുകൾക്കായുള്ള ബലിതർപ്പണം നടത്തുക എന്നത് തന്നെയാണ് ഏറ്റവും പവിത്രമായിട്ട് തന്നെ കാണുന്നത്. എങ്കിലും കുംഭമാസത്തിലെ അമാവാസിയാണ് നാളെ. ആ ദിവസവും തന്നെ മോക്ഷ ചടങ്ങുകൾ നടത്താം. ഇനി ഇത്രത്തോളം തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും നാളെയും ഇതിനോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ തന്നെയും ആളുകൾ ഇവിടേക്ക് വന്നു ചേർന്നേക്കാം. ഏതായാലും ഈ ദിവസങ്ങളിലേക്ക് വേണ്ടിയുള്ള ഗതാഗത ക്രമീകരണങ്ങളും മറ്റു അനുബന്ധ സംവിധാനങ്ങളും എല്ലാം തന്നെയും പൂർത്തീകരിച്ചിട്ടുണ്ട്. നാളെയും ഇതേപോലെ തന്നെയുള്ള സൗകര്യങ്ങൾ തന്നെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3 ദിവസങ്ങളിലേക്ക് ഈ ഒരു തിരക്കുണ്ടാകും. എങ്കിലും ഇന്നത്തേതിൻ്റേത് സമാനമായ രീതിയിലേക്ക് നാളെ ഒരുപക്ഷെ തിരക്ക് അനുഭവപ്പെട്ടേക്കില്ല എന്നതാണ് ദേവസ്വം ബോർഡ് അധികൃതർ തന്നെ പറയുന്നത്. കാരണം ഇന്നിപ്പോൾ ക്ഷേത്രത്തിന്റെ ശിവരാത്രി ദിവസത്തിലേക്ക് വേണ്ടി ഇവിടെ നിരവധിയായ ഭക്തജനങ്ങൾ ഈ ദിവസത്തിലേക്ക് എത്തുന്നുണ്ട്. മഹാദേവനെ തൊഴുത് മടങ്ങുക എന്നതെല്ലാം ഈ പരിസരത്ത് ചെലവഴിച്ച് കടന്നു പോവുകയല്ല. ഇത് ഒരർത്ഥത്തിൽ അവർക്കെല്ലാം തന്നെ ഒരു ഓർമ്മ പുതുക്കൽ തന്നെയാണ് ശിവരാത്രി ദിവസങ്ങളിൽ ഇവിടേക്ക് വന്നു പോകുന്നതും ഈ പിതൃതർപ്പണം നടത്തുന്നതും എല്ലാം തന്നെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഈ ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്കുകൾ വലുതാണ്. നാളേക്ക് വരുമ്പോൾ ഒരുപക്ഷെ കുറച്ച് തിരക്ക് കുറവായിരിക്കാമെന്ന് തന്നെയാണ് കാണുന്നത്. എങ്കിലും സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതിലെല്ലാം തന്നെ നാളെയും തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ ഇന്ന് ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ബലിതർപ്പണമൊക്കെ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് നഗരത്തിൽ ഗതാഗത നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയുള്ള വിവിധ മാർഗങ്ങൾ അതെല്ലാം തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ അതിൻ്റെ ഒരു ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരുന്നു. ഏതാണ്ട് സുരക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 1500-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ഗതാഗത ക്രമീകരണങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ കൊച്ചി മെട്രോ ഒരു വലിയ കണക്ടിവിറ്റിയാണ് ഇങ്ങോട്ട് മണപ്പുറത്തേക്ക് എത്തുന്നത്. കാരണം തൊട്ട് സമീപം വന്ന് അവസാന സ്റ്റോപ്പ് ആലുവ മെട്രോ സ്റ്റേഷനാണ്. അവിടെ നിന്ന് നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. അവിടേക്ക് അതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ നിരവധിയായ ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. അധിക സർവീസ് മെട്രോ നടത്തുന്നുണ്ട്. അത് ഇന്നലെ മുതൽ തന്നെ ആ ഒരു അധിക സർവീസിലേക്കെല്ലാം തന്നെ മെട്രോ കടന്നിരുന്നു. അർദ്ധരാത്രി മുതൽ വരെ നീളുന്ന രീതിയിലേക്ക് ആ ഒരു ക്രമീകരണങ്ങൾ. ഒപ്പം തന്നെയും ഇന്ന് അതിരാവിലെ തന്നെ ഇവിടേക്ക് സർവീസുകൾ ആരംഭിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. മറ്റൊന്ന് KSRTC ആണ്. KSRTC മണപ്പുറത്തേക്ക് തൊട്ട് അടുത്തെത്തുന്ന രീതിയിൽ തന്നെയാണ് സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 220ഓളം സർവീസുകൾ ഈ ആലുവ മണപ്പുറം കേന്ദ്രീകരിച്ച് കടന്നു പോകുന്ന രീതിയിലേക്കെല്ലാം തന്നെ അധിക സർവീസിലേക്കെല്ലാം തന്നെ വന്നിരുന്നു. ഒപ്പം ദക്ഷിണ റെയിൽവേയും പല ട്രെയിനുകൾക്കും ആലുവയിലെ പ്രത്യേക സ്റ്റോപ്പ് അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഇവിടേക്ക് കടന്നു വരുന്നതെല്ലാം തന്നെ കാണുകയും ചെയ്തു. നമുക്ക് കാണും ഈ ആലുവ ഒരു മേൽപ്പാലമുണ്ട്. മേൽപ്പാലം അതുവഴിയും എല്ലാം തന്നെ ആളുകൾ ഇവിടേക്ക് ഈ അനുസൃതമായി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ മുതൽ തന്നെ ആളുകൾ ഇവിടേക്ക് വരുന്നു. അപ്പുറത്ത് ബസ് ഇറങ്ങി ഇത് ഈ പാലം വഴി ഇവിടേക്ക് ശിവരാത്രി ഈ മഹാദേവ ക്ഷേത്രത്തിലേക്കും മണപ്പുറത്തേക്കും എല്ലാം തന്നെ എത്തിച്ചേരാനായിട്ടെല്ലാം തന്നെ സാധിക്കുകയും ചെയ്തു. അപ്പോൾ വിവിധ മാർഗങ്ങളിലൂടെ തന്നെ ആളുകൾ ഇവിടേക്ക് കടന്നു വരും. തൊട്ട് അപ്പുറത്ത് അദ്വൈതാശ്രമമുണ്ട്. അദ്വൈതാശ്രമത്തിലും ഇതുപോലുള്ള ബലിതർപ്പണത്തിനായുള്ള ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെയും ഈ സ്നാന പടവുകളിലും എല്ലാം തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഈ സുരക്ഷയ്ക്ക് നേരത്തെ പറഞ്ഞതുപോലെ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ പെട്രോളിംഗ് ബോട്ടുകളും എല്ലാം ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം ലൈഫ് ഗാർഡ് സജ്ജമാക്കിയിരിക്കുന്നു. ഫയർഫോഴ്സിന്റെ യൂണിറ്റുകൾ ഇവിടെ സജ്ജമാക്കിയിരിക്കുന്നു. പോലീസിന്റെ വാച്ച് ടവറുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ സുരക്ഷയും ഒപ്പം തന്നെയും ഗതാഗത ക്ലേശമില്ലാതെ വന്നു പോകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. ആലുവ മണപ്പുറത്തേക്ക് വരുന്ന പല വഴികളും എളുപ്പത്തിൽ വന്നു പോകുന്നതിന് വൺവേ സംവിധാനം അടക്കമുള്ള കാര്യങ്ങളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അങ്ങനെ വിപുലമായ ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡിനൊപ്പം തന്നെ ആലുവ നഗരസഭയും ഇതിനോടൊപ്പം ഈ സഹകരണത്തിലെല്ലാം തന്നെ പങ്കാളികളായിക്കൊണ്ട് തന്നെയാണ്
ഇത് ക്രമീകരണങ്ങൾ പോകുന്നത്. ശിവരാത്രി മണപ്പുറത്ത് പ്രത്യേക എക്സ്പോയും മറ്റും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ഈ സ്നാനം ചെയ്ത പിതൃമോക്ഷ ചടങ്ങുകൾ അർപ്പിച്ച് കടന്നു പോവുക എന്നതിനൊപ്പം തന്നെയാണ് ഇതൊരു ക്ഷേത്രോത്സവത്തിൻ്റെ ഒരു ഭാഗം കൂടി തന്നെയായിട്ട് വരുന്നുണ്ട്. ശിവരാത്രി ആ ദിവസം ഇവിടേക്ക് വന്ന് കണ്ട് മഹാദേവരെ കണ്ട് വണങ്ങി പോവുക എന്നതെല്ലാം തന്നെയും ഭക്തരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവരുടെ അങ്ങനെ ഒരു വൈകാരികമായ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലേക്ക് വേണ്ട മറ്റു ക്രമീകരണങ്ങളും എല്ലാം തന്നെ പൂജകളും എല്ലാം തന്നെയും ക്രമീകരിച്ചിരിക്കുന്നതിൽ പങ്കെടുക്കുക. കഴിഞ്ഞ ദിവസം തന്നെയും ഇതിൽ ശിവരാത്രി വിളക്കിനോടനുബന്ധിച്ച് തന്നെ വലിയ ആളുകളാണ്, വലിയ ജനക്കൂട്ടം തന്നെയാണ് ഇതിലെല്ലാം തന്നെ ഉണ്ടായത്. ഉറക്കമൊളിച്ച് ശിവരാത്രി ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും എല്ലാം അതുതന്നെയാണ്. ഉറക്കമൊളിച്ചുകൊണ്ട് ഈ ദിവസത്തിലേക്ക് കടന്നു വരിക എന്നതാണ്. ആ ദിവസം രാത്രി അതിൻ്റെ ഒരു ഐതിഹ്യവും അതിൻ്റെ സാഹചര്യവും എല്ലാം അത് തന്നെയാണ്. അതനുഷ്ഠിച്ചുകൊണ്ടാണ്, ഉറക്കമൊളിപ്പ് അനുഷ്ഠിച്ചുകൊണ്ടാണ് ആ ദിവസത്തിലേക്ക്, ശിവരാത്രി ദിവസത്തിലേക്ക് കടന്നു പോകുന്നത്, ശിവരാത്രി ദിവസം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെയും അത് പവിത്രമായ ആ ഒരു ഭക്തരുടെ നിമിഷങ്ങളെല്ലാം തന്നെയാണ്. അതനുഷ്ഠിച്ച് മഹാദേവ ക്ഷേത്രത്തിൽ ഉണ്ടാവുകയും ഒപ്പം തന്നെ പിന്നീട് പിതൃമോക്ഷ ചടങ്ങുകളുടെ ഭാഗമാകുകയും ചെയ്യുക എന്നതാണ് അതിൻ്റെ ഒരു പതിവ് ശൈലി. ഈ ശിവരാത്രി ദിവസത്തിൻ്റെ എല്ലാം തന്നെ അത് വലിയ വൈകാരികമായി തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു പോകുന്നവരാണ് ഇവിടെയുള്ളവരെല്ലാം. ഇവിടേക്ക് വന്ന് ഇപ്പോൾ പോകുന്നവരുടെ തിരക്ക്, ഒപ്പം ഈ പടവുകളിലേക്ക് ഇവിടേക്ക് പിതൃമോക്ഷ ചടങ്ങുകൾക്ക് വേണ്ടി ഇവിടേക്ക് വരാനുള്ളവരുടെ തിരക്ക്, ഇത് രണ്ടുമാണ് ഇപ്പോൾ ഈ സമയത്ത് വലിയ രീതിയിലേക്ക് ഇവിടെയുള്ളത്. പിന്നീട് കുറച്ച് കഴിയുമ്പോഴേക്കും തിരക്കുകൾക്ക് കുറച്ച് കുറവ് വന്നേക്കാം. പക്ഷേ വീണ്ടും വൈകുന്നേരത്തോടുകൂടി വീണ്ടും സജീവമാകുമെന്ന് തന്നെയാണ് ഇവിടെ ദേവസ്വം അധികൃതരും അറിയിക്കുന്നത്. ശരി, ശിവരാത്രിയുമായി ബന്ധപ്പെട്ടുള്ള ബലിതർപ്പണം ഇപ്പോൾ ആലുവ മണപ്പുറത്ത് പുരോഗമിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ അവിടേക്ക് എത്തിച്ചേരുന്നത്. ഡാനി പോളാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.